ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് അനിമി TV സീരീസിൻ്റെ സീസൺ 1 അതിലെ ഫസ്റ്റ് എപ്പിസോഡാണ്. സോ കഴിഞ്ഞ ദിവസം നമ്മുടെ താൻസറോ മൂസാൻ കിബിക്സൂബിയെ നേരിട്ട് കാണുകയും മൂസാൻ കിബിക്സൂബി അവിടെയുള്ള ഒരു മനുഷ്യനെ ഡീമൻ ആക്കുകയായിരുന്നു. അവിടെ വെച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയിരുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. സോ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ മൂസാൻ കിബിക്സൂബി ഡീമനാക്കി മാറ്റിയ ആ മനുഷ്യന്റെ മണ്ടക്കോട്ട് താൻസറോ എടുത്ത് ചാടി അവനെ പിടിച്ചു വെക്കുക. ആ ഡീമൻ വേറെ ആരെയും കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ താൻസറോ അവന്റെ അണ്ണാക്കി തുണി കുത്തി കയറ്റുവാണ്. അങ്ങനെ മൂസാൻ കിബിക്സൂബി അവിടെ നിന്ന് പോവുകയാണ്, ഭാര്യ മകളെയും കൂട്ടിക്കൊണ്ട്. താൻസറോ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ താൻസറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ ഡീമനെ അവിടെ വിട്ടിട്ട് പോയാൽ ഡീമൻ ആരെങ്കിലും ഒക്കെ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ താൻസറോ മൂസാൻ കിബിക്സൂബി പോകുന്നത് മാത്രം നോക്കിയിരിക്കുകയാണ് താൻസറോയെ കൊണ്ട്. അങ്ങനെ താൻസറോ മൂസാൻ കിബിക്സോട് പറയുവാണ്, ഇനി നമ്മൾ ഒരിക്കലും കൂടെ കാണുന്നുണ്ട്, അന്ന് നീ ചെയ്തതിനൊക്കെ ഞാൻ പ്രതികാരം ചോദിക്കും എന്ന് പറയുവാണ് നമ്മുടെ താൻസറോ. മൂസാൻ കിബിക്സൂബി കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കാത്ത പോലെ അങ്ങ് നടന്നു പോവുകയാണ്. സമയം തന്നെ അങ്ങോട്ട് പോലീസുകാരൊക്കെ വരുന്നുണ്ട്. താൻസറോനെ അടിക്കുവാണ്, കാരണം ആ സിറ്റിയിലോട്ട് അങ്ങനെ ഡീമൻസ് ഒന്നും വരാറില്ല. അതുകൊണ്ട് ഡീമൻസ് എന്നാണ് അവർക്കൊന്നും അറിയത്തില്ല. താൻസറോ ആ ഡീമനെ വിടുന്നില്ല. പോലീസ് വന്നിട്ട് പോലും ആ ഡീമനെ താൻസറോ വിടുന്നില്ല. പോലീസ് പറയാണ്, നീ അവനെ വിട്ടില്ലെങ്കിൽ നിനക്ക് നല്ല അടി കിട്ടും. ഇതൊന്നും കേട്ടിട്ട് താൻസറോ അവനെ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ അടിക്കാൻ വന്ന സമയത്താണ് അങ്ങോട്ടൊരു കാറ്റ് വീശുന്നത്. അത് ബ്ലഡിന്റെ സ്മെല്ലായിരുന്നു, നല്ല മണമൊക്കെ ഉള്ള ഒരു ബ്ലഡിന്റെ സ്മെൽ. നോക്കുന്ന സമയത്ത് രണ്ടുപേരും അവര് ഡോക്ടേഴ്സും ആണ്, അതുപോലെ തന്നെ ഡീമൻസും ആണ്. ഇവരെ ഡീമൻസ് ആക്കിയത് മൂസാൻ കിബിക്സൂജി തന്നെയാണ്. ഇനി നമുക്ക് മൂസാൻ കിബിക്സൂജിയെ ചുരുക്കി മൂസാൻ എന്ന് വിളിക്കാം. പക്ഷേ മൂസാനിന്റെ കൺട്രോളിൽ നിന്ന് അവർ പുറത്ത് വന്നിട്ടുണ്ട്. ഇവരുടെ ആഗ്രഹം മൂസാനെ ഇല്ലാതാക്കണം. അതിന്റെ അതിലെ ആ പെണ്ണ് അവരുടെ കൈ മുറിച്ചിട്ട് ആ ബ്ലഡിന്റെ സ്മെല്ല് വെച്ചിട്ട് താൻസറോനെ അവിടുന്ന് രക്ഷിക്കുക. കൂടാതെ ആ ഡീമനായിട്ടുള്ള അയാളെയും അയാളുടെ ഭാര്യയും വേറെ സ്ഥലത്തോട്ട് അവർ കൊണ്ടുപോകും. സമയം തന്നെ നമ്മുടെ മൂസാൻ അവന്റെ ഭാര്യ മകളെയും വേറെ സ്ഥലത്തോട്ട് മാറ്റുവാണ്. മൂസാൻ പറയാണ്, എനിക്കിവിടെ കുറച്ച് മണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുവാണ് അവിടുന്ന്. എന്നിട്ട് മൂസാൻ അവിടുത്തെ തെരുവിലൂടെ നടക്കുവാണ്. ഇതേ സമയം അവിടെ ഒരു പയ്യൻ വന്നിട്ട് മൂസാൻ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ, നീ ഒരു പണക്കാരനല്ലേ, എനിക്ക് കുറച്ച് പൈസ താ, നീ അങ്ങനെ ഇവിടെ വന്നേന്നൊക്കെ ചോദിച്ച് മൂസാനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മൂസാൻ പറയും, എടാ ഒന്ന് മാറിയിക്ക്, എൻ്റെ വഴി നീ തടസ്സം നിൽക്കാതെ. പിന്നെയും മൂസാനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂസാൻ കൈ മടക്കി അവനെ മോന്തക്കിട്ടെണ്ണം കൊടുക്കും. അവൻ ആ ഭിത്തിയെ ചെന്ന് അടിച്ച് അവിടെ വെച്ച് തന്നെ അങ്ങ് മരിക്കും. ആ പയ്യന്റെ കൂടെ ഉള്ള വേറൊരാൾ ഈ മൂസാനെ അടിക്കാൻ വരുന്നത്. മൂസാൻ അങ്ങേരെ കാല് മടക്കി ഒറ്റ അടിയാൻ കൊടുക്കും. അങ്ങേരെ ആകാശത്ത് പോയി തറ വീണങ്ങ് മരിക്കും. ഇതൊക്കെ ഒരു പെൺകുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തോട്ട് മൂസാൻ വരുവാണ്. ഇവിടെ നടന്ന കാര്യം നീ ആരോടും പറയല്ലേ, എന്നെ കണ്ട കാര്യം നീ ആരോടും പറയട്ടെ, ഇത് നീ ഇനി പറയും, അതുകൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞു മൂസാന്റെ കയ്യിലുള്ള നഖം കൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് കുത്തി ഇറക്കുക. അവളൊരു ഡീമനായിട്ട് മാറുവാണ്. അവൾ അവിടെ തന്നെ ഉരുകി ഇല്ലാതായി പോവുകയാണ്. ഇതേ സമയം മൂസാന്റെ രണ്ട് അടിമകൾ അങ്ങോട്ട് വരികയാണ്. അവർ രണ്ടുപേരും ഇവിടെ വന്നുടനെ തന്നെ മൂസാൻ അവരോട് പറയുവാണ്, എനിക്കൊരു പയ്യനെ കിട്ടണം, അവനൊരു ഡീമൺ സ്ലെയറാ, അവൻ ഇത്രയും നേരം ഇവനുണ്ടായിരുന്നു, എനിക്ക് അവനെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അവനെ കണ്ടപ്പം എനിക്കൊരാളെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് മൂസാൻ ഒരാളെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആരാന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞാൽ ഒരു വലിയ സ്പോയിലർ തന്നെയാവും, അതുകൊണ്ട് തന്നെ ഞാനിത് പറയുന്നില്ല ആരാ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ താൻസറോനെയാണ്. താൻസറോ കഴിഞ്ഞ ദിവസം നെസ്കോനെ ഇവിടെ വെച്ചിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡും തെള്ളി തറയിലിട്ടിട്ടായിരുന്നല്ലോ നമ്മുടെ മൂസാന്റെ അടുത്തോട്ട് താൻസറോ. അതുകൊണ്ട് തന്നെ ആ കടയിലെ ഓണർ വന്നിട്ട് നമ്മുടെ താൻസറോനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ താൻസറോട് ചോദിക്കുവാണ്, എന്റെ ഫുഡ് കൊള്ളത്തില്ലായിരുന്നോ, അതുകൊണ്ടാണോ നീ എന്റെ ഫുഡ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയിട്ട്? താൻസറോ പറയോ, ഓ അങ്ങനെയൊന്നും അല്ല. അന്നേരം ആ ഓണർ പറയുവാണ്, നീ എന്റെ ഫുഡിനെ ആക്ഷേപിച്ചു, നീ എനിക്ക് പൈസ തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇത് കേട്ട് താൻസറോ പറയാണ്, നിങ്ങൾ എനിക്ക് 2 പ്ലേറ്റ് ഫുഡ് അത് മൊത്തം ഞാൻ കഴിച്ചോളാം എന്ന് പറയുവാണ്. അങ്ങനെ 2 പ്ലേറ്റ് ഫുഡ് താൻസറോന് ആ കടയിലെ ഓണർ കൊടുക്കുവാണ്. അതെല്ലാം വലിച്ചു വാരി തിന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസറോ. താൻസറോ ആ കടക്കാരന് ടാറ്റാ ബബ്ബയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുക. കടക്കാരൻ പറയാണ്, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫുഡ് അവിടെ നിന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടക്കാരൻ. അവർ രണ്ടുപേരും പോകുന്ന സമയത്താണ് ഒരാൾ വരുന്നത്. അത് നമ്മുടെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഡീമൻസിലെ ഒരാൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നത്. നോക്കുന്ന സമയത്ത് താൻസറോട് കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. അയാൾ താൻസറോട് ചോദിക്കുവാണ്, ഇത് ഏതാ പെൺകുട്ടി? ഈ പെൺകുട്ടിയെ കാണാൻ ഭയങ്കര വൃത്തികേടായിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു ഡീമനാണ്. കേട്ടിട്ട് താൻസറോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. എന്നിട്ട് ചോദിക്കുവാണ്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരി സുഷിമിയായിട്ടുള്ള ഈ പെൺകുട്ടിയെ കണ്ടിട്ടാണോ നീ പറയുന്നത് വൃത്തികേടാണെന്ന്? അങ്ങനെ അവർ 3 പേരും കൂടെ അവിടുന്ന് പോകുവാണ്. പോകുന്ന വഴിക്കൊക്കെ താൻസറോ അങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവരൊരു മതിലിന്റെ അടുത്ത് എടുത്തു. അവിടെ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. താൻസറോ മനസ്സിൽ വിചാരിക്കുവാണ്, എടാ ഇവൻ എന്നെ എവിടെ കൊണ്ടുവന്ന സമയമാണ് ആ പുള്ളിക്കാരൻ ആ മതിലിന്റെ അകത്തോട്ട് കയറി പോകുന്നത്. താൻസറോ നെസ്കോയും അവനെ നോക്കി നിൽക്കുക. അയാൾ അവരോട് പറയുന്ന കയറി വരാൻ. അങ്ങനെ അവർ രണ്ടുപേരും ആ മതിലിന്റെ അകത്തോട്ട് കയറി പോവുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു വീടുണ്ട്. ആ വീടിന്റെ മുന്നിൽ ഒരു ബ്ലഡ് ഡീമൻ ആർട്ട് കാണുവാണ് നമ്മുടെ താൻസറോ. അതിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാൽ ആ ബ്ലഡ് ഡീമൻ ആർട്ട് ആ വീടിന്റെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത്. സോ ഡീമൻസ് വന്നാൽ അതിന്റെ ഫ്രണ്ട് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. ഇത്ര നേരം താൻസറോട് നിന്ന ആളുടെ പേരാണ് ഹോഷ്റോ. സമയം ഹോഷ്റോ താൻസറോട് പറയുവാണ്, അകത്തുള്ള ലേഡിയെ നീ ഒന്നും ചെയ്യാൻ പാടില്ല, അവളുമായിട്ട് തർക്കിക്കാൻ പാടില്ല, അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഉറപ്പായിട്ട് ഞാൻ കൊന്നു കളയുമെന്ന് ഹോഷ്റോ താൻസറോട് പറയുവാണ്. അങ്ങനെ അവർ 3 പേരും അകത്തോട്ട് പോകുന്നു. ആ ലേഡിയുടെ പേരാണ് തമായോ. തമായോ ഒരു ഡോക്ടറാണ്. തമായോട് താൻസറോ ചോദിക്കുവാണ്, ആ പെൺകുട്ടിക്ക് എങ്ങനെ ഉണ്ടെന്ന്. അന്നേരം തമായോ പറയുവാണ്, ഇതുവരെ ഇവിടെ ബോധം വന്നിട്ടില്ല, പക്ഷെ ഇവരുടെ ഭർത്താവ് പൂർണ്ണമായിട്ടും ഒരു ഡീമനായി മാറിയിരിക്കുന്നു.
അവൻ ബേസ്മെന്റിലുണ്ട്. അവനെ ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് വളരെയധികം സംശയമാണെന്ന് തമായോ പറയുവാണ്. അതേസമയം ടാൻസ്രോ അവരോട് ചോദിക്കുവാണ്, നിങ്ങൾ ഡീമൻസ് അല്ലേ, നിങ്ങളും മനുഷ്യരുടെ ചോരയൊക്കെ കുടിക്കുമോ എന്ന്. ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഹോസ്രോ ടാൻസ്രോയുടെ നെഞ്ചിലിട്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അന്നേരം ടാൻസ്രോ പറയുവാണ് സോറി. ഇത് കേട്ട് തമായോ പറയുവാണ്, ഞങ്ങളും ഡീമൻസ് ആണ്, ഞങ്ങൾക്കും ചോരയൊക്കെ വേണം ജീവിക്കാൻ, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ചോര മാത്രം മതി ജീവിക്കാൻ. ഞങ്ങൾ സാധാരണ ഡീമൻസിന്റെ കൂട്ടല്ല, മൂസാന്റെ കേഴ്സ് ഞങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ടാൻസ്രോ ചോദിക്കുവാണ്, കേഴ്സ് എന്താണ്, അതെങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്നും ചോദിക്കുവാണ്. തമായോ പറഞ്ഞു കൊടുക്കുവാണ്, സാധാരണ ഡീമൻസ് മനുഷ്യരക്തം കുടിച്ചാണ് ജീവിക്കുന്നത്, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് മനുഷ്യരക്തം മാത്രം കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതിനുവേണ്ടി ഞങ്ങളുടെ ശരീരം ഞങ്ങൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, മനുഷ്യരക്തത്തിന് വേണ്ടി ഞങ്ങൾ മനുഷ്യരെ ഉപദ്രവിക്കാറില്ല. ഞങ്ങൾ പൈസ കൊടുത്താണ് മനുഷ്യനായി നിന്ന് രക്തം മേടിക്കുന്നത്. മാത്രമല്ല, എനിക്കൊരു മനുഷ്യനെ ഡീമനാക്കി മാറ്റാൻ സാധിക്കും. ഹോസ്രോ തന്നെ ഡീമനാക്കി മാറ്റിയത് 200 വർഷം എടുത്തിട്ടാണ്. ഇത് കേട്ടിട്ട് ടാൻസ്രോ വിചാരിക്കുവാണ്, 200 വർഷമോ, അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി താമായോ എന്ന് ചോദിക്കുവാണ് നമ്മുടെ ടാൻസ്രോ. ഇത് കേട്ടിട്ട് ഹോസ്രോ ടാൻസ്രോയുടെ വയറ്റിലിട്ടൊരെണ്ണം കൊടുത്തിട്ട് പറയാണ്, ഒരു പെണ്ണിനോട് വയസ്സ് ചോദിക്കുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് പറയുവാണ്. പിന്നീട് തമായോ പറയുവാണ്, ഞാൻ ഡീമൻസിനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചല്ല ഉണ്ടാക്കുന്നത്, ഭയങ്കരമായിട്ടുള്ള രോഗം പിടിച്ച് കിടക്കുന്നവരും അതുപോലെ തന്നെ മരിക്കാറായിട്ടുള്ളവരെയാണ് ഞാൻ ഡീമൻസ് ആക്കുന്നത്. അതും ഞാൻ അവരോട് പൂർണ്ണ സമ്മതത്തോടാണ് ഞാൻ അവരെ ഡീമൻസ് ആക്കുന്നത്. ഞാൻ അവരെ ഡീമൻസ് ആക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്കിനി ജീവിക്കണോ, നിങ്ങൾക്കിനി ഒരു ഡീമനായിട്ട് ജീവിക്കണോ, അങ്ങനെ സമ്മതിക്കുന്നവരെ മാത്രമേ ഞാൻ ഡീമനാക്കി മാറ്റാറുള്ളൂ. അങ്ങനെ ടാൻസ്രോ തമയോട് ചോദിക്കുവാണ്, അങ്ങനെ ഡീമനാക്കി ഒരാളെ തിരിച്ച് മനുഷ്യരാക്കി മാറ്റാൻ സാധിക്കുമോ എന്ന്. അതേസമയം മൂസാൻ അയച്ച 2 ഡീമൻസ് ടാൻസ്രോനെ തെരഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. പക്ഷേ മൂസാൻ അയച്ച ഒരു ഡീമന് കണ്ണ് കാണില്ല, അവന്റെ കൈകളിലാണ് അവന്റെ കണ്ണുള്ളത്. ആ കൈകളിലെ കണ്ണുപയോഗിച്ച് ടാൻസ്രോയുടെ കാൽപ്പാടുകൾ കണ്ടുപിടിച്ച് അവർ രണ്ടുപേരും ടാൻസ്രോനെ ഫോളോ ചെയ്ത് വരികയാണ്. ഇതേസമയം തന്നെ ടാൻസ്രോയോട് തമായോ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഡീമനായിട്ടുള്ള ഒരാളെ തിരിച്ച് മനുഷ്യരാക്കി മാറ്റാൻ സാധിക്കും. എന്നാ വേഗം എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് ടാൻസ്രോ തമായോയുടെ അടുത്തോട്ട് പോകുന്നു. ഇത് കണ്ട യൂഷ്രോ ടാൻസ്രോനെ അടിച്ച് തറയിലിടുകയാണ്. അടുത്തോട്ട് അവരുടെ പെർമിഷൻ ഇല്ലാതെ പോകരുതെന്ന് നമ്മുടെ യൂഷ്രോ ടാൻസ്രോയോട് പറയുകയാണ്. തമായോ പറയാണ്, അങ്ങനെ ഒരു മരുന്നുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം എന്ന് തമായോ ടാൻസ്രോയോട് പറയുകയാണ്. ടാൻസ്രോയ്ക്കാണ് എന്ത് സഹായമാണ് വേണ്ടത്. അങ്ങനെ തമായോ ടാൻസ്രോയോട് പറയുകയാണ്, 12 സിസിക്കിയിലെ 12 മെമ്പേഴ്സിന്റെ രക്തങ്ങൾ വേണം, അഥവാ മൂസാന്റെ 12 ശിഷ്യന്മാരുടെ ബ്ലഡ് സാമ്പിൾസ് വേണം. മാത്രമല്ല നിന്റെ അനിയത്തിയുടെ ബ്ലഡ് സാമ്പിളും വേണം. നിന്റെ അനിയത്തി വളരെയധികം വ്യത്യസ്തയായിട്ടുള്ള ഒരു ഡീമനാണ്. അവളിപ്പം 2 വർഷമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നെസ്കോ ചോര കുടിക്കാതെ അവൾ ഉറങ്ങിക്കൊണ്ടാണ് അവളുടെ പവർ ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തോ വ്യത്യസ്തമായിട്ട് എന്തോ ഒരു പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ഡീമൻസിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവളെ കൊണ്ട്. നെസ്കോയെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തമായ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൂസാൻ അയച്ച ആ 2 ഡീമൻസ് അങ്ങോട്ട് വരുന്നത്. അവരുടെ ബിൽഡിങ്സ് ഫുൾ ആയിട്ട് ആ ഡീമൻസ് പൊളിച്ചു കളയുകയാണ്. എന്നിട്ട് അവരെ കൊല്ലാൻ വേണ്ടി ആ ഡീമൻസ് അവിടെ നിൽക്കുവാണ്. നെസ്കോനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടാൻസ്രോ നോക്കിയിരിക്കുന്ന സമയത്താണ് ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 അതിലെ 8ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡായിട്ട് വരാം. ബൈ.